പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദരായ വൈദിക സഹോദരീ സഹോദരന്മാരെ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഒന്നാം ഞായറാണിത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 32ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായി ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ 6-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി 7 അടയാളങ്ങൾ പ്രവർത്തിച്ചു. അതിൽ 2 അടയാളങ്ങളും നടക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിന് തൊട്ട് മുമ്പാണ്. യേശു അപ്പം വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാർക്ക് നൽകുന്നതും അതോടൊപ്പം വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നതും 2 അടയാളങ്ങൾ. യേശു അപ്പം വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു കുറഞ്ഞ സംഖ്യ പറഞ്ഞാൽ അവരുടെ ഭാര്യയും മക്കളും ഒക്കെയായിട്ട് ഒരു 20,000 പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അവർക്ക് യേശു സമർത്ഥമായ രീതിയിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സ്വമേധയാ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ഇതുപോലെ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അവൻ തന്നെ നമ്മുടെ രാജാവ്, അവനാണ് റോമക്കാരിൽ നമ്മളെ സ്വതന്ത്രരാക്കുവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങൾ ആർത്തു വിളിച്ചപ്പോൾ യേശു അവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ മറഞ്ഞുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതം അപ്പം വർദ്ധിപ്പിച്ചത് 20,000 പേർക്ക് അവരുടെ മുമ്പാകെയാണ്. എന്നാൽ യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നത് അത് കണ്ടത് ഏതാനും ചുരുക്കം ശിഷ്യന്മാർ മാത്രം. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ അവരെ പേടിച്ചു. യേശു അവരെ ആശ്വസിപ്പിച്ചു. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അതായത് ശിഷ്യന്മാരെ യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു. എന്തു സംഭവിച്ചു? പെട്ടെന്ന് അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ ഇതേ കാര്യം വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്.
അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി, കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടടയാളങ്ങൾ യേശു പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ അടയാളം സ്വീകരിച്ച രണ്ട് കൂട്ടര്, ഒന്ന് ശിഷ്യന്മാർ, മറ്റത് ജനക്കൂട്ടം, രണ്ടു പേർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ശിഷ്യന്മാർ അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചില്ല. ഇനിയും എന്താണ് ഈ അപ്പം വഴി യേശു ജനത്തിന് കൊടുക്കുവാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ സത്യം? താനാണ് മെശീഹ, താനാണ് വരാനിരിക്കുന്ന രക്ഷകൻ. ഈ മെസ്സേജാണ് യേശു അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പവും മെസ്സിയായും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സങ്കീർത്തനം 72 ഒരു മെസ്സിയാനിക് സങ്കീർത്തനമാണ്. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, പാവപ്പെട്ടവരുടെ കരച്ചിൽ കാണുമ്പോൾ അവന് അനുകമ്പയുണ്ടാകുന്നു ഈ രാജാവ്. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ കാലത്ത് പാടങ്ങൾ, വയലുകൾ ധാരാളമായിട്ട് ധാന്യങ്ങൾ പുറപ്പെടുവിക്കും. ധാന്യവും അപ്പവും അത് പരസ്പരം പര്യായങ്ങൾ പോലെയാണ്. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനം എന്നാണല്ലോ. പക്ഷേ ബേത്ലഹേം എന്നുള്ള ഒരു സ്ഥലപ്പേരിൻ്റെ അർത്ഥം ധാരാളം ഗോതമ്പ് വിളയുന്ന ഒരു സ്ഥലമെന്നാണ്. അപ്പോൾ ധാന്യവും ധാന്യത്തിൽ നിന്നുണ്ടാക്കുന്ന അപ്പവും രണ്ടും പര്യായങ്ങൾ പോലെ പ്രവർത്തിക്കും. അതിനാൽ മിശിഹായുടെ കാലത്ത് ധാരാളം ധാന്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഭൗതികമായ അവരുടെ സാഹചര്യങ്ങളിൽ വരുന്ന വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ ജനം എന്താണ്, യേശു മറുകരയ്ക്ക് കടന്നു. എപ്പോഴാണ് നടന്നതെന്ന് അവർക്കറിയില്ല. കാരണം യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച ശേഷം മലയിൽ പ്രാർത്ഥിക്കാൻ കയറി. ശ്ലീഹന്മാർ തന്നെ വള്ളത്തിൽ മറുകരയ്ക്ക് പോയി എന്ന് വായിക്കും. ആ സമയത്താണ് വലിയ കൊടുങ്കാറ്റുണ്ടായതും പ്രഭാതത്തിൻ്റെ ആദ്യത്തെ യാമങ്ങളിൽ ഉദ്ദേശം 3 മണി ആയപ്പോൾ അവർ നടുക്കടലിലായിരുന്നു എന്നുള്ളത് നാം വായിക്കുന്നു. എന്നുള്ളതുകൊണ്ട് 5-6 കിലോമീറ്റർ വഞ്ചി വലിച്ചാലേ ഇനിയും മറുകരയ്ക്കെത്തുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് യേശു അവരുടെ വള്ളത്തിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകാനായിട്ട് ഭാവിച്ചത്. എന്നാൽ അവിടെ ഒരു അത്ഭുതം നടന്നു. അവർ എങ്ങോട്ട് ലക്ഷ്യം വെച്ച് ഈ വള്ളം തുഴഞ്ഞിരുന്നുവോ അവിടെ പെട്ടെന്ന് കരയ്ക്കെത്തി എന്ന് നാം വായിക്കുന്നു. അതും ഒരത്ഭുതമായി. ഇവിടെ യേശു പ്രകൃതി ശക്തികളുടെ മേൽ ആധിപത്യമുള്ളവനായിട്ടാണ് മർക്കോസ് വിശേഷകൻ യേശുവിനെ ഇവിടെ വരച്ചു കാണിക്കുന്നത്. ദൈവം തന്നെയാണ്. കാരണം ദൈവത്തിന് മാത്രമേ പ്രകൃതി ശക്തികളെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ മെസ്സേജ് ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. ജനക്കൂട്ടം താൻ മിശിഹായാണെന്നുള്ളതും മനസ്സിലാക്കിയില്ല. ജനക്കൂട്ടം പറഞ്ഞു, ഇവനൊരു പ്രവാചകനാണ്, വേറൊരു മോശ. കാരണം നിയമാവർത്തനം 18-ാം അധ്യായം 15-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ഒരേ കാര്യം പറയുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഇത് പ്രവചനാത്മകമായിട്ട് മോശ അന്ന് പറഞ്ഞ കാര്യമാണ്. എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തും. അതിനാൽ ജനം പ്രതീക്ഷിച്ചു, അദ്ദേഹം
തീർച്ചയായിട്ടും ഒരു പ്രവാചകനാണ്. വേറൊരു മോശ മരുഭൂമിയിൽ 40 വർഷം അവർക്ക് ഭക്ഷണം കൊടുത്തു. അതുപോലെ ഒരു മോശ ഞങ്ങൾ കിട്ടിയാൽ അത് നല്ലതായിരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ കർത്താവായ യേശുമിശിഹ അവരെ ശരിക്കും അവരോട് യാതൊരു മറവും കൂടാതെ സംസാരിക്കുക. യേശുവിന് അവരോട് ഒരു സഹാനുഭൂതിയൊന്നും ഈ നിമിഷത്തിൽ തോന്നുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചൊന്നും വന്നതല്ല. നിങ്ങൾ ഇന്നലെ വയറ് നിറയെ അപ്പം ഭക്ഷിച്ചു, വീട്ടിലും കൊണ്ടുപോയി. അതുകൊണ്ട് നിങ്ങളെ പഴയ അപ്പത്തിൻ്റെ രുചി മനസ്സിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ അന്വേഷിച്ചൊന്നുമല്ല നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. ഈ യേശുവിനെ സംബന്ധിച്ച് തൻ്റെ മനസ്സിലുള്ളത് വ്യക്തമായി യേശു പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:23 മുതൽ 25 വരെ വാക്യങ്ങളിൽ അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അടയാളങ്ങൾ കണ്ട് പലരും അവനിൽ വിശ്വസിച്ചു, പക്ഷേ യേശു അവരെ വിശ്വസിച്ചില്ല. കാരണം യേശുവിന് മനുഷ്യൻ്റെ ചിന്താഗതി നന്നായിട്ട് അറിയാമായിരുന്നു. യേശുവിനെ പോലെ മനുഷ്യരെ മനസ്സിലാക്കിയ വേറൊരു വ്യക്തിയും ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. അതിനാൽ യേശു തുറന്നടിക്കുകയാണ്, യു ആർ സെർച്ചിങ് ഗോഡ് ഫോർ റോങ് റീസൺസ്. നിങ്ങൾ ദൈവത്തെ പ്രതി തേടുകയല്ല, നിങ്ങൾ ദൈവത്തെ തേടുന്നത് അപ്പത്തെ പ്രതിയാണ്. നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ്. യേശു പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്, മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി വേണം അധ്വാനിക്കാൻ. എന്താണ് ഈ അനശ്വരമായ അപ്പം? കർത്താവ് പിന്നീട് പറയുന്നുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവന് പിന്നീട് ഒരിക്കലും വിശക്കുകയില്ല. നിങ്ങൾക്ക് ഒരടയാളം കിട്ടിയിട്ടുണ്ട്. ഏത് അപ്പമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, പണ്ട് ബോർമയിൽ നിന്ന്, ബേക്കറിയിൽ നിന്ന് അപ്പം ഉണ്ടാക്കി പുറത്തിറക്കുമ്പോൾ അതിൻ്റെ അപ്പത്തിൻ്റെ മുകളിൽ ഒരു സീല് അടിച്ചിരുന്നു. ഇവിടെ യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഈ അപ്പത്തിൻ്റെ മുകളിലൊരു സീലുണ്ട്, നോക്കുക. ഇത് പിതാവായ ദൈവം അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരാളുടെ മുദ്ര, ഒരു മെത്രാൻ ഒരു കടലാസിൽ, ഒരു പേപ്പറിൽ മുദ്ര വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർവ്വ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുള്ളതാണ്. മുദ്ര വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സ്വന്തമാണ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. 2 തിമോത്തി 2:19 നമുക്കൊരു അടിസ്ഥാനമുണ്ട്, അടിസ്ഥാനത്തിലൊരു മുദ്രയുണ്ട്. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. അതുകൊണ്ട് ആരുടെയെങ്കിലും മേൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ടെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു. നമുക്കറിയാം, മത്തായി 3:17 കർത്താവ് മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. അതുപോലെ താബോർ മലയിൽ വെച്ച് വീണ്ടും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു
അവനെ നിങ്ങൾ ശ്രവിക്കുവിൻ. ഈ രണ്ട് സന്ദർഭങ്ങളിലും ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വയ്ക്കുകയായിരുന്നു. എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാത്രമല്ല, ദൈവം, പിതാവായ ദൈവം, ഇവൻ എൻ്റെ പുത്രനാണ്, ഞാനാണ് അവനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്, ഹീ ഈസ് സർട്ടിഫൈഡ് ആൻഡ് ഓതറൈസ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ് സ്ഫ്രാഗിയോൺ ഗ്രീക്ക് ഭാഷയിൽ മുദ്ര ഈ യോഹന്നാൻ്റെ 6:27 പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യവും ഈ മുദ്രയെക്കുറിച്ച് പറയുന്നു. എന്നാൽ ജനം തൃപ്തരാകുന്നില്ല. അവർ യേശുവിനെ പ്രൊവോക്ക് ചെയ്യുകയാണ്, യേശുവിനെ ചൊടിപ്പിക്കുകയാണ്. മോശ സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നു. അപ്പം തന്നത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഏതാണ്ട് 6 ലക്ഷം പേരാണ് പുറപ്പാട് സംഭവത്തിൽ ഈജിപ്റ്റ് വിട്ട് പുറത്തിറങ്ങിയത്. ഈ 6 ലക്ഷം പേർക്ക് 40 വർഷത്തേക്ക് മോശ ഭക്ഷണം കൊടുത്തുവെങ്കിൽ, ഓരോ ദിവസവും കൊടുത്തുവെങ്കിൽ, നീ ഇന്നലെ 5000 പുരുഷന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്നത് നിസ്സാരമാണ്. യു ഹാവ് ടു ഔട്ട്ഡു സംതിങ്. കാരണം നീ മോശയേക്കാൾ വലിയവനാണെന്ന് നീ കാണിക്കുക, വെളിപ്പെടുത്തുക. ഗിവ് us some signs, അടയാളങ്ങൾ കാണിക്കുക. ഇങ്ങനെ യേശുവിനെ വെല്ലുവിളിക്കുകയാണ്. യേശു ആ വെല്ലുവിളിയിൽ ഒന്നും പ്രകോപിതനാകുന്നില്ല. കർത്താവ് സാവകാശത്തിൽ അവരോട് ക്ഷമയോടെ വിവരിച്ചു കൊടുക്കുകയാണ്. മോശയല്ല നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അവർ മരുഭൂമിയിൽ ഭക്ഷിച്ചു എന്നുള്ള വാസ്തവം. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും വിശന്നു. അതിനാൽ യേശു നൽകുന്ന അപ്പം വേറൊരു ഫലമാണ് ഇതിനുള്ളത്. ഞാൻ നൽകുന്ന ഈ അപ്പം ഭക്ഷിക്കുന്നവന് പിന്നീട് വിശക്കുകയില്ല. ശമറിയക്കാരി സ്ത്രീയോട് യേശു ഇതേ അവകാശവാദം പറഞ്ഞു. യോഹന്നാൻ 4:14 ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഈ 2 സന്ദർഭങ്ങളിലും ഞാനാകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ഈ ജലം കുടിച്ചാൽ ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ശമരിയക്കാർ പറഞ്ഞു, ഈ ജലം എനിക്ക് തരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ നൈസർഗികമായ വാസനയാണ്. ഒരു നല്ല കാര്യം കാണുമ്പോൾ അതിനായി ദാഹിക്കുക, ആഗ്രഹിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ജനക്കൂട്ടത്തിന് കർത്താവിനെ മിശിഹായായിട്ട് സ്വീകരിക്കുവാൻ ആവശ്യമായ അനുതാപമോ ഒരുക്കമോ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ബുധനാഴ്ച യാക്കോബ് ശ്ലീഹ ആദ്യമായി കുർബാന അർപ്പിച്ചതിൻ്റെ അനുസ്മരണമായിരുന്നു. ലത്തീൻ റീത്തിൽ ജൂൺ 3 കോർപ്പസ് ക്രിസ്റ്റി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കുർബാനയുടെ പെരുന്നാളാണ്. പെന്തക്കോസ്തി കഴിഞ്ഞു വരുന്ന ഈ കാലം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് നൽകുന്ന ഈ അടയാളം, ഈ കുർബാനയാകുന്ന അടയാളം നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്ലീഹന്മാർക്ക് അപ്പത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. 2000 വർഷം കഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലായോ?
എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട്. ഈ കോവിഡ് കാലത്ത് നമുക്ക് ചില പാഠങ്ങൾ നമ്മൾ പഠിച്ചു. കുറച്ചൊക്കെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. നമ്മളത് ചുരുക്കി ഇംഗ്ലീഷിൽ പറയാറുണ്ട്, മാൻ പ്രൊപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ്. വെറും ഭൗതികമായ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം ഈ കാലത്ത് നമുക്ക് കൂടി വരുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം പരിശുദ്ധ മാർപ്പാപ്പ ജോയ് ഓഫ് ദ ഗോസ്പൽ 47 പറയുന്നു, യൂക്രിസ്റ്റ് ഈസ് നോട്ട് എ പ്രൈസ് ഫോർ ദ പെർഫെക്റ്റ് ബട്ട് എ പവർഫുൾ മെഡിസിൻ ആൻഡ് എ റെമഡി ഫോർ ദ വീക്ക്. പരിശുദ്ധ കുർബാന പൂർണ്ണരായവർക്ക് ഉള്ള ഒരു സമ്മാനമല്ല, ബലഹീനരായവർക്ക് ഉള്ള ഒരു ഔഷധവും രോഗങ്ങളുടെ പ്രതിവിധിയുമാണ്. ഇറ്റ് ഈസ് എ വാക്സിൻ ഫോർ സോ മെനി ഡിസീസസ്. മനുഷ്യൻ വാക്സിന് വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ്. പരിശുദ്ധ കുർബാന രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പല പ്രവണതകളിലേക്ക്, വൈറസസിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നതാണ്. എല്ലാ പരിശുദ്ധ കുർബാനയിലും നമ്മൾ പറയുന്നുണ്ട്, ഇത് അനുഗ്രഹവും സമാധാനവും സ്തോത്രവും ബലിയും സ്തോത്രവുമാണ്. നമ്മളിത് ചൊല്ലിവിടാറുണ്ടെങ്കിലും ഇത് അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാണ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പറയേണ്ട ഒരു ദിവസമാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാന പള്ളിയിൽ മറ്റ് വിശ്വാസികളോടൊപ്പം പങ്കെടുക്കുവാൻ നമുക്ക് ഒരുപക്ഷെ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു വൈദികൻ തന്നെ നിന്ന് ദൈവാലയത്തിൽ കുർബാന അർപ്പിക്കുമ്പോൾ ആ ബലിയർപ്പിക്കുന്ന വൈദികനോട് നമുക്ക് ആത്മീയമായി ബന്ധപ്പെടാനായിട്ട് സാധിക്കും. ഒരു വൈദികൻ തനിച്ചു നിന്ന് കുർബാന അർപ്പിക്കുമ്പോഴും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുക. ലത്തീൻ പരിശുദ്ധ കുർബാനയിൽ കുർബാനയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നു. ഈ കുർബാന സ്വീകരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച്, ദാറ്റ് വി മേ ബിക്കം വൺ ബോഡി ആൻഡ് വൺ സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ്. ഞങ്ങൾ ഒരേ ശരീരവും ഒരേ ആത്മാവുമാകുവാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ഉദ്ദേശം, നമ്മൾ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കുർബാന സ്വീകരിക്കുന്നു, പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതല്ല. നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള മറ്റ് എല്ലാവരുമായിട്ട് ബന്ധപ്പെടുകയാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ചിരുന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് നുറോനോ, അഗ്നിമയനായ ഇഗ്നാത്യോസ്, 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന യൗസേബിയസ്, ഇവരെല്ലാം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്നത്തെ ഒരു പതിവ്, ഈ പതിവിൻ്റെ പേര് ഫെർമെൻതും എന്നാണ്. ഫെർമെൻതും എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റ്, ലെവൻ, പുളിമാവ്. റോമിൽ മാർപ്പാപ്പ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധ കുർബാനയിലെ ഒരു ഭാഗം അടുത്തുള്ള രൂപതകളിലെ മെത്രാന്മാർക്ക് കൊടുത്തുവിടും. അതുപോലെ ഒരു മെത്രാൻ ബലിയർപ്പിച്ചാൽ അവരുടെ ഇടവകളിലേക്ക് വൈദികർക്ക് കൊടുത്തുവിടും. ഇങ്ങനെ ലഭിക്കുന്ന പരിശുദ്ധ കുർബാന അടുത്ത പ്രാവശ്യം അവർ കുർബാന ചൊല്ലുമ്പോൾ കാസായിൽ നിക്ഷേപിക്കുകയും തിരുരക്തത്തിൻ്റെ കൂട്ടത്തിൽ അത് അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഈ പതിവ് പിൽക്കാലത്ത് നിന്നുപോയി എങ്കിലും
സഭയുടെ ആരംഭത്തിൽ തുടങ്ങിയ ഈ കാര്യം എന്താണ് സൂചിപ്പിക്കുക? മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും അവരോടൊപ്പം ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കൂട്ടിയിണക്കലാണ് പരിശുദ്ധ കുർബാന. അതിനാൽ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് മീൻസ് കമ്മ്യൂണിയൻ വിത്ത് ഓൾ ക്രിസ്ത്യൻസ്. യേശുവുമായിട്ട് കമ്മ്യൂണിയനിലായിരിക്കുക എന്ന് മാത്രമല്ല, യേശുവിൻ്റെ അംഗങ്ങളായ മറ്റെല്ലാവരെയും നമ്മൾ സ്വീകരിക്കുകയാണ്. അതുപോലെ നമ്മളെ തന്നെ അവർക്ക് കൊടുക്കുകയാണ്. അതിനാൽ നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമുക്ക് ധാരാളം പരിമിതികളുണ്ട് പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന്. എങ്കിലും നല്ല നാളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. മലാക്കി 1:11 ഈ ബലിയർപ്പണത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു, സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ ഈ ഭൂമിയിൽ മുഴുവൻ പരിശുദ്ധമായ ബലികൾ അർപ്പിക്കപ്പെടും. ഈ പരിശുദ്ധമായ ബലി പറയുമ്പോൾ നമ്മുടെ ഭൂഗോളം സൂര്യന് ചുറ്റും കറങ്ങുന്നതനുസരിച്ച് ഓരോ രാജ്യത്തും 24 മണിക്കൂറും ദൈവത്തിന് അർപ്പിക്കാൻ സാധിക്കുന്നതിൽ, മനുഷ്യനർപ്പിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും പരിശുദ്ധമായ ബലി അർപ്പിക്കപ്പെടുകയാണ്. മലാക്കി 1:11 എത്രയോ വർഷം മുമ്പ് പ്രവാചകൻ അത് കണ്ടിരിക്കും. അതിനാൽ നമുക്ക് ഇന്ന് നേരിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും മാർ ഇവാനിയോസ് തിരുമേനി എഴുതിയ പ്രഭാത പ്രതിഷ്ഠയിൽ ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ, പ്രാർത്ഥനകൾ, പുണ്യപ്രവർത്തികളോട് ഞങ്ങൾ സ്വയം ചേരുന്നു. ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്ന ബലികളോട് നമ്മുടെ ബലിയും നമ്മുടെ ജീവിതത്തിൻ്റെ അർപ്പണവും നമ്മൾ നടത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാം. അപ്പത്തിൻ്റെ ശക്തി മനസ്സിലാക്കാത്തത് കാരണം ഇന്ന് ധാരാളം മനുഷ്യർ നിരാശരായി ആത്മഹത്യയിൽ, അതുപോലെ അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിലും അവർ താല്പര്യമെടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിടിച്ചു നിർത്തുന്ന അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അഭിമുഖീകരിക്കുവാൻ ശക്തി തരുന്നതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയം അർപ്പിക്കാം. കർത്താവിനോട് പരിശുദ്ധ കുർബാനയിൽ, പള്ളികളിൽ, സക്രാരിയിൽ സന്നിഹിതരായിരിക്കുന്ന യേശുവിനോട് സംവദിക്കുവാനും നമ്മൾ മറന്നു പോകരുത്. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.